A rope 9 meter long is connected at A and B, 2 points on the same level, 8 meter apart. A load of 300 Newton is suspended from a point C on the rope, 3 meter from A. While load connected to a point D on the rope 2 meter from B is necessary to keep portion CD parallel to AB. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ വെച്ച് ഗീവൻ ഡേറ്റ വെച്ചുള്ള ഫിഗർ ആണെന്ന് പറയുന്നത്. നമ്മൾ എ ബി എന്ന രണ്ടൊരു ഫിക്സഡ് പോയിന്റിലേക്ക് ഒരു ടോട്ടൽ ഒരു റോപ്പ് ലെങ്ത് 9 മീറ്റർ ലെങ്ത് ഉള്ള റോപ്പ് ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ അറേഞ്ച് ചെയ്യുന്നത്. സി എന്നും ഡി എന്ന പോയിന്റിൽ 300 ന്യൂട്ടൺ ആൻഡ് ഡബ്ല്യു വെയിറ്റ് ഡൗൺവേർഡ് ഉള്ള ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. എയും ബിയിലും സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഹിഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ സാമ്പിൾ ഫിഗർ വരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ സൊല്യൂഷനിലേക്ക് പോകാം. ഇതാണ് നമ്മളെ ഫിഗറിൽ നമ്മൾ കൊടുത്തേക്കുന്ന എക്സ്റ്റേണൽ പാരാമീറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ആദ്യമേ കാണിച്ചിരിക്കുന്ന ഫിഗറിലേക്ക് നമ്മൾ എന്താണ് എക്സ്റ്റേണലായിട്ട് നമ്മൾ കുറേ പാരാമീറ്റേഴ്സ് ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മെക്കാനിക്സ് ഏത് പ്രോബ്ലത്തിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഫോഴ്സ് ക്യാൻ ബി എക്സ്റ്റെൻഡ് ബാക്ക്വേർഡ്സ്. അപ്പോൾ അതൊരു ലോ ആണ്. ഇപ്പം 300 ന്യൂട്ടൺ ഡൗൺവേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് സി എന്ന പോയിന്റിൽ. സിമിലർ ഡി എന്ന പോയിന്റിൽ ഡബ്ല്യു ഫോഴ്സ് ഡൗൺവേർഡ് ഉണ്ട്. നമുക്കത് ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴേക്കും എ ബി horizontal string AB is a horizontal string with total length 8 meter. അപ്പോഴേക്കും എ ബിയിൽ സി എന്ന പോയിന്റ് ബാക്കോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴേക്കും എ ബിയിൽ സി എന്ന പോയിന്റിലെ ഫോഴ്സ് ഇയിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും. സിമിലർ ഡി എന്ന പോയിന്റിലെ ഫോഴ്സ് എഫിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും. ഇപ്പോൾ 2 ട്രയാങ്കിൾസും ഒരു റെക്റ്റാങ്കിൾ നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ കൊടുക്കുന്ന അസംഷനാണ് ഈ പ്രോബ്ലം ചെയ്യുന്ന ബേസിക് അസംഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ട്രയാങ്കിൾ എ സിയിൽ എ എന്ന സൈഡിൽ എക്സ് എന്ന് അസ്യൂം ചെയ്യുക. ക്വസ്റ്റ്യൻ ഗിവൺ ഡേറ്റ ഇ എഫ് എന്ന് 4 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇ എഫ് നമുക്കറിയാം 4 മീറ്റർ ആണ്, കാരണം സി ഡി 4 മീറ്റർ ആയതുകൊണ്ട് പാരലൽ ആയതുകൊണ്ട് ഇ എഫും 4 മീറ്റർ ആവും. ടോട്ടൽ ലെങ്ത് എ ബിയുടെ ടോട്ടൽ അതായത് സ്ട്രിപ്പിൻ്റെ ടോട്ടൽ ലെങ്ത് 8 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 8 മൈനസ് എക്സ് പ്ലസ് 4 മൈനസ് എക്സ് എഫ് ബി എന്ന് കിട്ടും. പിന്നെ അസ്യൂം ചെയ്തതെന്ന് പറഞ്ഞാൽ വൈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് സിയും എഫ് ഡിയും അത് രണ്ടും പാരലൽ ആയതുകൊണ്ട് രണ്ട് ഈക്വലാവും. വൈ എന്ന് അസ്യൂം ചെയ്തിരിക്കുന്നത്. ഇത് ഇത്രയാണ് ബേസിക് അസംഷൻ പ്രോബ്ലം ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യമേ കൺസിഡർ ട്രയാങ്കിൾ എ സി അപ്പോൾ എ സി ബൈ പൈതഗോറസ് തിയറം എന്താണ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസിക്കൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പം 90 ഡിഗ്രി ഇതാണ്, അപ്പോൾ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് ഇതാണ്. അപ്പം 3 സ്ക്വയർ ഇസിക്കൽ ടു ബേസ് സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് y square. The equation number 1. Triangle from triangle AC. ഇനി triangle BDF from triangle BDF. From triangle BDF similarly എന്താണ് പൈതഗോറസ് തിയറം വെച്ച് this is hypotenuse. അപ്പം 2 square is equal to base square അവിടെയും 4 minus x whole square plus y square. അപ്പോൾ രണ്ട് ട്രയാങ്കിളിൽ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇക്വേറ്റ് ചെയ്യാം. ഈ കോമൺ ടേംസ് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബേസിക് ലോ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നിന് ടേം എക്സ്പ്രസ് ചെയ്യും. ഇവിടെ ഫ്രം ഇക്വേഷൻ 1 നമുക്ക് വൈ സ്ക്വയർ എങ്ങനെ എഴുതാം? വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഫ്രം ഇക്വേഷൻ 2 വൈ സ്ക്വയർ എന്തായാലും എഴുതാം 2 സ്ക്വയർ മൈനസ് 4 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പം വൈ സ്ക്വയറും ഈക്വൽ ആവുന്നതുകൊണ്ട് റൈറ്റ് ടേം രണ്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ മൈനസ് 4 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പോൾ ഇക്വേറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്ത് സോൾവ് ചെയ്യുമ്പോഴേക്കും ഏത് വാല്യൂ ഓഫ് എക്സ് 2.625 മീറ്റർ എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ 2.625 എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് രണ്ട് ആംഗിൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റനിൽ ഈ ഫ്രം ട്രയാങ്കിൾ എ സി വെർട്ടിക്കലി ഈ ഫോഴ്സ് ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ഈ ലൈൻ ഈ ഇൻക്ലൈൻഡ് പോർഷനായിട്ട് തീറ്റ എന്ന് അസ്യൂം ചെയ്യുക. സിമിലർലി ഡബ്ല്യു എന്ന ഫോഴ്സ് ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ലെങ്ത് ബി ഡി ആയിട്ട് ആംഗിൾ മേക്ക് എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ആ രണ്ട് ആംഗിൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ സിമ്പിളാണ്. സൈൻ തീറ്റ എടുക്കുക ഫ്രം ട്രയാങ്കിൾ എ സി സൈൻ തീറ്റ എടുക്കുമ്പോൾ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് എക്സ് ബൈ ഹൈപ്പോട്ടന്യൂസ്. നമ്മൾ ഇപ്പോൾ തന്നുകൊണ്ട് 3. എക്സ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു 2.625/3. സോ നമുക്ക് തീറ്റയുടെ വാല്യൂ സൈൻ ഇൻവേഴ്സ് വാല്യൂ എടുക്കുമ്പോൾ 61.04 ഡിഗ്രി അപ്രോക്സിമേറ്റ് കിട്ടും. സിമിലർലി ഫ്രം ട്രയാങ്കിൾ ബി ഡി എഫ് സൈൻ ഫൈ അവിടെയും കണ്ടുപിടിക്കുക. സൈൻ ഫൈ ഈക്വൽ ടു ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ 4 മൈനസ് എക്സ് ബൈ ഹൈപ്പോട്ടന്യൂസ് 2. എക്സിൻ്റെ വാല്യൂ അറിയാം. അപ്പം അവിടെയും 4 മൈനസ് 2.625/2.
5 അവിടെ സൈൻ ഇൻവേഴ്സ് എടുക്കുമ്പോഴേക്കും 43.43 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നമുക്ക് മേജർ പ്രോബ്ലം സോൾവിങ്ങിലേക്ക് പോകാം. ഇനി എടുക്കണമെന്ന് പറഞ്ഞാൽ 2 പോയിന്റ് സി എന്ന ഡി എന്ന പോയിന്റിൽ ടോട്ടൽ ഫോഴ്സസ് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ബേസിക് ഇക്വിലിബ്രിയം പ്രിൻസിപ്പിൾ, അതായത് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈക്വേറ്റ് ചെയ്യുക, വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വേറ്റ് ചെയ്യുമ്പോഴേക്കും അൺനോൺ വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കൺസിഡർ പോയിന്റ് സി. ഇവിടെ പോയിന്റ് സി നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നു. പോയിന്റ് സിയിൽ ഉണ്ടാകുന്ന ഫ്രീ ബോഡി ഡയഗ്രാംസ് ഈക്വേറ്റ് ചെയ്യുന്നു. പോയിന്റ് സിയിൽ സി എന്ന പോയിന്റ് ഇതാണ്. സി എന്ന പോയിന്റ് നമുക്കറിയാം സി ഡി ഇങ്ങോട്ടൊരു ലെങ്ത് ഉണ്ട്. അപ്പം ഇപ്പോഴത്തെ റോപ്പിന് സി ഡി ഹൊറിസോണ്ടലായിട്ട് ടെൻഷൻ എപ്പോഴും ഓൾവേസ് എവേ ഫ്രം ദ പോയിന്റ് സി. സി ഡി ടി സി ഡി 300 ന്യൂട്ടൺ ഇംഗ്ലണ്ടായിട്ട് ടി എ സി. നമ്മൾ നേരത്തെ എസ്റ്റിമേറ്റ് ചെയ്ത ഈ ടി ഇതാണ് തീറ്റ എന്ന് വെച്ചാൽ, അപ്പോൾ ഇവിടെ തീറ്റ വരും. അപ്പം സിഗ്മ എഫ് ബി സിഗല് 0, സിഗ്മ എഫ് എച്ച് സിഗല് 0, ഇതാണ് രണ്ടെണ്ണം ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റിസോൾവ് ചെയ്യാം. അപ്പോൾ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ആക്ടിങ്, ഇപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് വരുന്നതെന്ന് പറയുമ്പോഴേക്കും ഹൊറിസോണ്ടൽ ഫോഴ്സ് വരുന്നത് ടി സി ഡി റൈറ്റ് വേർഡ്സ് ആണ്. ടി എ സി ഇങ്ങോട്ടായതുകൊണ്ട് അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ടി എ സി ഇവിടെ കോസ് തീറ്റ നമ്മൾ സൈൻ ചെയ്ത് ടി എ സി സൈൻ തീറ്റയിൽ. ഇപ്പം ബാക്കിയുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സ് രണ്ടെണ്ണം ഇതാണ്, രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ടി സി ഡി ഇസിക്കൽ ടു ടി എ സി സൈൻ തീറ്റ. ടി സിയുടെ വാല്യൂ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ടി സിയുടെ വാല്യൂ ടി എ സി, ടെൻഷൻ്റെ സ്ട്രിങ് എ സി നമുക്ക് അറിയില്ല. എ സിയുടെ വാല്യൂ നമുക്കിപ്പോൾ കറൻ്റ് അറിയില്ല. ഹൊറിസോണ്ടൽ ഫോഴ്സ് മാത്രമേ എഴുതുള്ളൂ. സൈൻ തീറ്റയുടെ വാല്യൂ നമുക്ക് അറിയാം. അതങ്ങനെ കിടക്കട്ടെ, തീറ്റയുടെ വാല്യൂ നമുക്കറിയാം. അപ്പം ഇത് ഒരു ഇക്വേഷൻ. ഈ വെർട്ടിക്കൽ ഫോഴ്സസ്, ഇക്വേറ്റിംഗ് വെർട്ടിക്കൽ ഫോഴ്സസ് ടി എ സി വെർട്ടിക്കൽ കമ്പോണൻറ്റ് അപ്വേർഡ്സ് ആയിരിക്കും. ടി എ സി അഡ്ജസൻ്റ് ആയതുകൊണ്ട് കോസ് തീറ്റ, പിന്നെയുള്ള ഫോഴ്സിന് 300 ന്യൂട്ടൺ ഡൗൺവേർഡ്സ്. അപ്പോൾ അവിടെ നിന്ന് ടി എ സി എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ടി എ സി ഈക്വൽ ടു 300 ബൈ കോസ് തീറ്റ നമുക്ക് കിട്ടിയത് നേരത്തെ 61.04. ഈസ് അപ്രോക്സിമേറ്റ്ലി 619.5 ന്യൂട്ടൺ ആണ് ടി എ സി. ഈ ടി എ സി ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോഴേക്കും ടി സി ഡിയുടെ വാല്യൂ കിട്ടും. ടി സി ഡി ഈക്വൽ ടു 619.5 ഇൻറ്റു സൈൻ തീറ്റയുടെ വാല്യൂ 61.04. ടീച്ചറുടെ വാല്യൂ നമുക്ക് 542.11 ന്യൂട്ടൺ കിട്ടി. അപ്പോൾ ടി സി ഡിയും കിട്ടി, ടി എ സിയും കിട്ടി. ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് പോയിന്റ് ഡി ആണ്. ഡിയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ആക്റ്റീവ്, ഡിയിൽ ഡബ്ല്യു ന്യൂട്ടൺ ഫോഴ്സ് ഡൗൺവേർഡ്സ് ഉണ്ട്. അവിടെ സ്ട്രിങ് ഹൊറിസോണ്ടൽ സ്ട്രിങ് സി ഡി ഉണ്ട്. നമുക്കറിയാം ടെൻഷൻ ഇസ് ഓൾവേസ് എവേ ഫ്രം ദ പോയിന്റ്. അപ്പോൾ ഇവിടുത്തെ ടെൻഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എവേ വയ്ക്കും, ടി സി ഡി. പിന്നെ ഉണ്ടാകുന്ന മറ്റേ സ്ട്രിങ്ങിൻ്റെ ഇംഗ്ലണ്ട് ആയിട്ടുള്ള സ്ട്രിങ് ഈ ഫോഴ്സായിട്ടുള്ള ടി ഡി ബി ആണ് ഇവിടെ ഉള്ള അടുത്ത ഫോഴ്സ്. അപ്പം സിമിലർലി നമുക്കറിയാം, നമുക്ക് ഈ ഒരു ആംഗിൾ നമുക്കറിയാം, ഇവിടുന്ന് ഫോഴ്സ് ബാക്കിൽ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ആ ട്രയാങ്കിൾ നമുക്ക് 5 എസ്റ്റിമേറ്റ് ചെയ്തായിരുന്നു. അപ്പം ഇവിടെയും സിമിലർലി സിഗ്മ എഫ് എച്ച് ഈക്വൽ ടു 0, സിഗ്മ എഫ് ഇ ഈക്വൽ ടു 0. ഇവിടെ വന്ന വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്രോസ് കമ്പോണൻറ്റ് ടി ഡി ബി കോസ് ഫൈ, മേലോട്ട് ഡബ്ല്യു താഴോട്ട്. ഇതൊരു ഇക്വേഷൻ. അടുത്ത ഇക്വേഷൻ ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോഴേക്കും ടി സി ഡി വിച്ച് ഈസ് ലെഫ്റ്റ് ഫീൽഡിലാണ് ടി സി ഡി കിടക്കുന്നത്. ഇതിൻ്റെ ഇത് റൈറ്റിലായിട്ടായിരിക്കും, അത് സൈൻ കമ്പോണൻ്റ് ആയിരിക്കും ടി ഡി ബി സൈൻ ഫൈ. അപ്പോൾ നമുക്ക് ഡബ്ല്യു എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് നമുക്ക് ടി ഡി ബി, അപ്പോൾ ഇവിടുന്ന് കണ്ടുപിടിക്കണം. ടി സിയുടെ വാല്യൂ നമുക്ക് തൊട്ട് മുമ്പ് 540 കിട്ടിയത്. അപ്പം ഇവിടുന്ന് ടി ഡി ബി എന്ന് പറയുന്നത് എന്താണ്, ഈ ടി സി ഡി 542 ബൈ സൈൻ ഫൈയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയ 43, അപ്രോക്സിമേറ്റ്ലി 43 കിട്ടിയ. അതിന് ടി ഡി ബിയുടെ വാല്യൂ 788 ന്യൂട്ടൺ കിട്ടും. അപ്പോൾ നമുക്ക് ടി ഡി ബിയുടെ വാല്യൂ 788 ന്യൂട്ടൺ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് മറ്റേ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ടി ഡി ബി കോസ് 43 കോസ് 5 ഈക്വൽ ടു ഡബ്ല്യു നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഡബ്ല്യു വേണ്ട. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 788 ഇൻറ്റു കോസ് 43 വിച്ച് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 572
ന്യൂട്ടൺ. ഓക്കെ, വി ലോ ഫ്രണ്ട്സ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമുക്ക് ബേസിക്കായിട്ട് ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അസംഷനാണ് എക്സും വൈയും എടുക്കുന്നേ ഉള്ളൂ. അത് സോൾവ് ചെയ്ത് എക്സും വൈ പാരാമീറ്റർ കണ്ടുപിടിക്കുക, തീറ്റ കണ്ടുപിടിക്കുക, പിന്നെ ഹൊറിസോണ്ടൽ ഫോഴ്സും വെർട്ടിക്കൽ ഫോഴ്സും ഇക്വേറ്റ് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്യുക.